അടിപൊളി. ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പൊങ്കൽ കഴിച്ച് നേരെ ഇനി ഫ്ലാറ്റിൽ പോയി ഇത് എഡിറ്റിംഗ് തുടങ്ങുകയാണ്. അപ്പം ഈ വ്ളോഗ് നിങ്ങൾ എൻജോയ് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. സോളോ ട്രിപ്പ് പോണെങ്കിൽ പൊയ്ക്കും. ബൈ കാറാണ് ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നത് തിരിച്ച് ബ്രാറ്റിസ്ലാവ. ഫ്രം ദെയർ വി ആർ ഗോയിങ് ബാക്ക് ടു ഇന്ത്യ. സോ ഫോർച്യൂൺ ടൂർസ് ഓബിയസ്ലി ദേ ഹാവ് മെയ്ഡ് ഷുവർ ദാറ്റ് ഐ ആം കംഫർട്ടബിൾ. അവിടെ ഒരു കാർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഫ്രം ട്രാൻസ്കലോമിക്ക ടു ബ്രാറ്റിസ്ലാവ. സോ ഞാൻ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. രാവിലെ ചെക്കൗട്ട് ചെയ്ത് ഇപ്പം കാർ കയറി ഒന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പം ഈ വ്ളോഗ് നിങ്ങൾ എൻജോയ് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. സോളോ ട്രിപ്പ് പേളിമാണി. നമുക്കറിയാം പേളിമാണിയെ നെഞ്ചിലേറ്റിയതുപോലെ സോഷ്യൽ മീഡിയ ഒരാളെയും നെഞ്ചിലേറ്റിയിട്ടില്ല. ബിഗ് ബോസിന് ശേഷം അല്ലെങ്കിൽ TV റിയാലിറ്റി ഷോയിലൂടെ മറ്റാരേക്കാൾ കൂടുതൽ നെഞ്ചിലേറ്റുന്ന ഒരു താരമായി പേളിമാണി പെട്ടെന്ന് മാറുകയായിരുന്നു. പേളിമാണിയുടെ യൂട്യൂബ് ചാനൽ ഒരുപക്ഷേ സെലിബ്രിറ്റികളെക്കാൾ വലിയ സെലിബ്രിറ്റികളെക്കാൾ മുന്നിൽ നിൽക്കുന്ന മില്യൺസ് വ്യൂസ് വരുന്നൊരു യൂട്യൂബ് ചാനലായി മാറാനുള്ള പ്രധാന കാരണം അത്രമാത്രം പേളിമാണിയും കുടുംബത്തെയും നിള ബേബി ഉൾപ്പെടെയുള്ള ആളുകളെ ശ്രീനിഷിനെ അടക്കം പ്രേക്ഷകർ നെഞ്ചിലേറ്റിയിരുന്നു. എന്നാൽ ഏറെ ദുഃഖകരമായൊരു വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതായത് പേളിമാണിക്ക് ശരാശരി ചാനൽ തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ ശരാശരി ഏതാണ്ട് 5000-6000 നമുക്കൊക്കെ കിട്ടുന്ന വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെയൊക്കെ ചെറിയ ചാനലിൽ കിട്ടുന്ന ഇൻകം വെച്ച് ഓളെ ആ ഒരു വ്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരാശരി $5000-6000 പെർ മന്ത്. അതായത് ഇന്ത്യൻ മണി ഏതാണ്ട് 4.25-5 ലക്ഷം 6 ലക്ഷം രൂപയോളം ഏൺ ചെയ്തിരുന്ന പേളിമാണിയുടെ ഈ നടപ്പ് മാസത്തെ ഇൻകം എന്ന് പറയുന്നത് ഏതാണ്ട് 15000 രൂപയിൽ താഴെയാണ്. ഒന്ന് ആലോചിച്ച് വെക്കുക. ഏറെ ദുഃഖകരമായൊരവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരു സെലിബ്രിറ്റിക്ക് ഉണ്ടാവാൻ പാടില്ല. അതായത് പേളിമാണിയെ നെഞ്ചിലേറ്റിയതിലും വേഗത്തിൽ ജനങ്ങൾ താഴെയിടുന്ന അവസ്ഥയുണ്ടായി. പേളിമാണി കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ആ ഒരു വ്ളോഗ് ശരാശരി 3 മില്യൺ 4 മില്യൺ 6 മില്യൺ വരെ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്ന പേളിക്ക് ഈ ഒരു വ്ളോഗിൽ അതായത് കഴിഞ്ഞ ദിവസങ്ങളിലിട്ട വീഡിയോയ്ക്കൊക്കെ ശരാശരി 1 ലക്ഷം വ്യൂസ് പോലും കിട്ടാത്തൊരവസ്ഥ. ഇതുപോലെ അവസ്ഥ ഒരാൾക്കും ഉണ്ടായിട്ടില്ല. ഷോർട്ട് വീഡിയോയ്ക്കാകട്ടെ 29-30 മില്യൺസ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഈ പകയത്തിക്ക് ഓൾക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് 85K ആണ്. 1 ലക്ഷം വ്യൂസ് ഷോർട്ട് വീഡിയോയ്ക്ക് പോലും കിട്ടാത്തൊരവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. ഇന്നലെ രാത്രി ഇട്ട വീഡിയോയുടെ താഴെ വന്ന നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ശ്രീനിഷ് എന്ന് പറയുന്ന ആ ഒരു പകയനെ തച്ചിനിരുത്തുകയായിരുന്നു. അതായത് ഓൻ തച്ചിനിരുന്ന് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഏറ്റവും ഒടുവിൽ ഓൻ നോക്കുമ്പോഴത്തേനും അവിടെ കമൻറ്റുകളേ ഇല്ല. അതായത് ഒരു കമൻറ്റുകളും ഇല്ല. അതായത് വന്നത് മുഴുക്ക നെഗറ്റീവ് കമൻറ്റുകളാണ്. അതിനുശേഷം ഓനോട് പറഞ്ഞിട്ടുണ്ടാവും ഇനി പോയി കിടന്ന് ഉറങ്ങിക്കോ, ഒരു കാര്യമില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഓൻ ഉറങ്ങിയിട്ടാകും 10-70 കമൻറ്റ് അവിടെ വന്നിട്ടുണ്ട്. ആ ഒരു കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം. ഈ സംഗീത് തീട്ടത്തിൻ്റെ അക്കൗണ്ട് എല്ലാവരും കൂടെ പൂട്ടിക്കും. അൺസബ്സ്ക്രൈബ്ഡ്. ഇവളെ അഭിനയം കാണുമ്പോൾ ചിരി വരുന്നു. സുകുമാരി. എന്തോ ഒരു അകൽച്ച ഫീൽ. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഒരു വീഡിയോസ് പോലും വിടാതെ കണ്ടിരുന്നു. ഇനി കാണില്ല. ഐ ഫീൽ ലൈക്ക് യു ആർ ജസ്റ്റ് ആക്ടിങ്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് സീയിങ് യുവർ വ്ളോഗ്സ് എനിമോർ. വ്യൂസ് കുറഞ്ഞ് മമ്മ ബിയർ കുട്ടികളെയും കൊണ്ടിറങ്ങി. അത് ഈ കുട്ടികളെ ഇറക്കി വീണ്ടും വ്യൂസ് കൂട്ടാനുള്ള നീക്കം അവിടെയും പരാജയമാണ്. ഒരു മാറ്റവും വ്യൂസിന് വന്നിട്ടില്ല. പേളി ആൻറ്റിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എന്തോ വീഡിയോ കാണാൻ താല്പര്യമില്ല. സത്യം ഞാൻ അന്നേ കരുതി നെക്സ്റ്റ് ഹോം ബ്ലോഗ് ആയിരിക്കുമെന്ന്. വ്യൂസ് കുറയുമ്പോൾ പിള്ളേരെ വെച്ച് വീഡിയോ ചെയ്യുക. ഇപ്പോഴും കുറേ എണ്ണം പിറകെ നടക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് പേളിയുടെ വീഡിയോസ് മുമ്പ് TV-യിലിട്ടാൽ എന്നെ ഹസ്ബൻഡ് വഴക്കു പറയും. ഈ ഫേക്ക് പെണ്ണിന്റെ വീഡിയോ എന്തിനു കാണുന്നു? ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി. 75% ഓഫ് ദ പീപ്പിൾ ചെക്കിംഗ് ദ കമന്റ്സ് വ്യൂ കൗണ്ട്. ദ റെസ്റ്റ് ആർ ബിഹൈൻഡ് ബ്ലൈൻഡ് ഫാൻസ് സ്റ്റിൽ അൺവെയർ ഓഫ് ദ ഹവോക്ക് ദ ഹാപ്പൻ. അൺസബ്സ്ക്രൈബ്. ഞാൻ പേളിയുടെ ഭയങ്കര ഫാനായിരുന്നു BB1 മുതൽ. ഇനിയില്ല. ചുറ്റുമുള്ള ജനങ്ങളെ അറിയില്ല. പൊങ്ങച്ചം മാത്രം മടിക്കുന്ന ഒരു യുവതി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് വന്നിരിക്കുന്ന കമൻറ്റുകളിൽ ഒരു കമൻറ്റ് പോലും പോസിറ്റീവ് കമൻറ്റ് ഇല്ലാത്തൊരവസ്ഥ. അതായത് 4.59 മില്യൺ സബ്സ്ക്രൈബർ കൗണ്ടുള്ള ഒരു യൂട്യൂബറുടെ അവസ്ഥ ഇതാണ്. ഒരു കമൻറ്റ് പോലും പോസിറ്റീവായിട്ട് വന്നിട്ടില്ല. അതായത് പേളി മാണി ഇവിടെ ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് തന്നെ നെഞ്ചിലേറ്റി ആളുകൾ തന്നെ താഴെയിടാനുണ്ടായ പ്രധാന കാരണം CJPയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കെതിരെ, അതായത് ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആഗ്രഹിച്ച കാര്യം പേളി പറഞ്ഞില്ല. ഇവിടെ പേളിയെ ഇഷ്ടപ്പെട്ട്
ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ ഒരിക്കലും പേളിയുടെ വലിയ രീതിയിലുള്ള കണ്ടന്റ് മേഖലയെ ഇഷ്ടപ്പെട്ടുള്ളതല്ല. പേളി എന്തിട്ടാലും, അതായത് നിളാ ബേബി അപ്പിയിടുന്ന ഇട്ടാൽ പോലും മില്യൺസ് വ്യൂസ് ആണ്. ഓള് ഭക്ഷണം കഴിക്കുന്ന ഇട്ടാൽ, നിളാ ബേബി അപ്പിയിടുന്ന ഇട്ടാൽ, ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കുട്ടി അപ്പിയിടുന്ന ഇട്ടാൽ പോലും അതിന് മില്യൺസ് വ്യൂസ് വരിക. അതുവഴി 1 മില്യൺ വരുമ്പോൾ ഏതാണ്ട് ശരാശരി 45,000-50,000 രൂപ കിട്ടും. കുഞ്ഞപ്പിയിടുന്ന കാണിച്ചാൽ പോലും 50,000 രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ നിന്ന് 5 മില്യൺ ഫോളോവേഴ്സ് വെച്ചിട്ട് 65K വ്യൂസ് ഉണ്ടാക്കുന്ന പേളി മാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ ദയനീയമായ ഒരവസ്ഥയാണ്. ഇനി അവൾക്കൊരു പുനർജന്മം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തേ വെക്കും. ഒന്നുകിൽ വീണ്ടും ഗർഭിണിയാവുക. അതായത് ഗർഭാവസ്ഥയിലായിരുന്ന സമയത്ത് ഓൾക്ക് വന്നിട്ടുള്ള കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം. അതായത് ഏറെ വൈകാരികമായി 2 ഗർഭാവസ്ഥയിലും കുട്ടിയെ കാണാൻ വേണ്ടിയുള്ള ഓരോരുത്തരുടെ കമൻറ്റുകൾ. നിതാര ബേബി വന്നതിന് ശേഷം കാണുന്നവരുണ്ടോ? പേളി ഈസ് ആൻ ഇമോഷൻസ് ഫോർ ഓൾ മലയാളീസ്. അത്തരത്തിലുള്ള വൈകാരികമായ എൻ്റെ വയറും സെക്കൻഡ് ബേബിക്ക് ഇങ്ങനെയായിരുന്നു. പേളിമോളെ കാണാതെ ഒരു ദിവസം പോലും ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥ. അത്തരത്തിൽ നിരവധി കമന്റുകൾ നോക്കുക. പേളിക്ക് വന്നിരിക്കുന്നത് 30 മില്യൺ, 20 മില്യൺ, 18 മില്യൺ, 17 മില്യൺ വ്യൂസ് ആണ് ഷോർട്ട് വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത്. ഉള്ള വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് 50, അതായത് ലോങ് വീഡിയോയ്ക്ക് 53 മില്യൺ വരെ വന്നൊരു പകർത്തിയാണെന്ന് ആലോചിക്കണം. ഓളുടെ അവസ്ഥ 65Kയിലേക്ക് പോകുന്നൊരവസ്ഥ. ഇതെല്ലാ ഇൻഫ്ലുവൻസർമാർക്കും ഒരു പാഠമാണ്. ഈവൻ JBTV എന്ന് പറയുന്ന ഒരു കള്ളഹിമാറുണ്ട്. ഓനായ പോലും, ഓന് 4 ചാനലുള്ളൊരു പകനാണ്. ഇന്നലെ ഞാൻ ഓനെ കുറിച്ച് പറഞ്ഞതും. ഓനായാൽ പോലും ഇതാണ് സംഭവിച്ചത്. അതായത് ജനങ്ങൾക്കെതിരെ സംസാരിക്കുക, ബഹുഭൂരിപക്ഷം വരുന്ന മെജോറിറ്റി ആളുകൾ ചിന്തിക്കുന്ന ലെവലിൽ ചിന്തിക്കാതിരിക്കുക, അവർക്കെതിരെ. ഈ JBTVയുടെയൊക്കെ അവസ്ഥ ഇതിനെക്കാട്ടി ശോകാവസ്ഥയാണ്. ഓൻ 5 ചാനൽ തുടങ്ങി, ഒരു നിലനിൽപ്പില്ല. ഓനൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ പാലാരിവട്ട പാലത്തിൻ്റെ അടിയിൽ പോയി ഓൻ്റെ പാൻറ് ഊരിയിട്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ. സീരിയസ്ലി ഞാൻ പറയുന്നതാണ്. അതായത് ജനങ്ങൾക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ, നമ്മളെ വളർത്തിയ ആരാണ്? ജനങ്ങളാണ്. ജനങ്ങൾ, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ ഒരുത്തിനും രക്ഷപ്പെടത്തില്ല. അത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസേഴ്സ്, ഇവനൊക്കെ ജനങ്ങളുടെ ഔദാര്യം കൊണ്ട് വളർന്നത്. ഇപ്പോൾ ഞാനടക്കം ജനങ്ങളുടെ ഔദാര്യം കൊണ്ട് വളർന്നതാണ്. എൻ്റെ വീഡിയോ കാണാൻ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏത് സാമാനം ഇട്ടിട്ട് ഒരു കാര്യമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ JBTV എടുത്തു പറയാനുള്ള കാരണം, ഇന്നലെ ആ ഒരു വിഷയം ഞാൻ പറഞ്ഞതിൻ്റെ പേരില്ല. അവനും ഇതേ പോലാണ്. അതായത് താനൊരു ഇൻഫ്ലുവൻസറാണ്, താൻ വലിയ കുണാണ്ടറാണ്, തനിക്ക് എന്തും പറയാം, ജനങ്ങൾക്കെതിരെയും പറഞ്ഞാലും ഒരു വിഷയമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അത് ശുദ്ധ മണ്ടത്തരമാണ്. പേളിക്കിത് സംഭവിക്കാമെങ്കിൽ മറ്റാർക്ക് സംഭവിച്ചുകൂടാ? പേളിക്കിത് സംഭവിക്കാമെങ്കിൽ മറ്റാർക്ക് സംഭവിച്ചോട്ടെന്ന് ഞാൻ ചോദിക്കുന്നത്. ഏതാണ്ട് 5 ലക്ഷം 6 ലക്ഷം വരുമാനം ഉണ്ടായിരുന്ന ഒരാൾക്ക് 15,000 രൂപ പോലും യൂട്യൂബിൽ നിന്ന് കിട്ടാത്തൊരവസ്ഥ. സാമ്പത്തികമായി വലിയ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. എന്നാൽ പോലും പേളിയെ സംബന്ധിച്ച് യൂട്യൂബ് തന്നെയായിരുന്നു പ്രധാന വരുമാനം. അതിനി ഇനി ആ ഒരു മാറ്റം വരണമെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒന്നീ ഗർഭിണി വീണ്ടും ആവുക, അല്ലെങ്കിൽ ഈ ശ്രീനിഷുമായിട്ട് എന്തെങ്കിലും അസ്വാരസ്യം ഉണ്ടാക്കി വീട്ടിൽ വലിയ വഴക്കുണ്ടാക്കുക, അത്തരത്തിലൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചൊരു മാറ്റം ഉണ്ടാവുമായിരിക്കും. അല്ലാതെ ഇതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഉള്ള പ്രതീക്ഷ എനിക്കില്ല. മൊത്തം ഹേറ്റ് കമൻറ്റുകളാണ്. ഒരു കമൻറ്റുകളും നല്ലയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ട് പേളിക്ക് സംഭവിച്ചു? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോഴും നിങ്ങൾ ആരെങ്കിലും പേളി നെഞ്ചിലേറ്റുന്നുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിലേറ്റുന്ന ആളുകൾ കുറവാണ്. ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളുടെ കമൻറ്റ് വരത്തില്ലേ? ഞാൻ ആലോചിക്കുന്നതല്ലല്ലോ, ഉള്ള കുടുംബക്കാരെങ്കിലും, ഉള്ള അടുത്ത സുഹൃത്തുക്കളോടെങ്കിലും പറഞ്ഞിട്ട് ഒരു കമൻറ്റ്, ഒരു പോസിറ്റീവ് കമൻറ്റ് ഇടാൻ ഓൾക്ക് എന്താ കഴിയാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നും വേണ്ട, ഈ ശ്രീനിഷ് എന്ന് പറയുന്ന ഈ പാഹേന് ഓനിക്ക് പേക്കേടിയില്ലേ? ഓനെങ്കിലും വന്നൊരു കമൻറ്റ് ഇട്ടൂടെ? വല്ലാത്തൊരവസ്ഥയാണ്. അതോ ഓൻ അതും ഡിലേറ്റ് ചെയ്തോ? പൊട്ടാൻ ഡിലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഓനിട്ട പേക്കേടി തന്നെ ഓൻ ഡിലേറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ്. ഓന് പാവമാണ് സത്യം പറഞ്ഞാൽ. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഓൻ വെറും പാവമാണ്. ഓനവിടെ ചേടുവേല എടുക്കുകയാണെന്നാണ് തോന്നുന്നത്. വീട്ടിൽ ഓനിക്ക് വലിയൊരു റോൾ അവിടെ ഇല്ലെന്നാണ് ഒക്കെ തോന്നുന്നത്. പിന്നെ ഒരു വേലക്കാരൻ്റെ മാതിരിയൊക്കെ അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എനിവേ, ഏറെ ദുഃഖകരമായ അവസ്ഥ. ഒരു ഇൻഫ്ലുവൻസർക്കും ഇതുപോലുള്ള അവസ്ഥ നാളെ ഉണ്ടാവാതിരിക്കട്ടെ. ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഒരാളും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളാണ് എല്ലാത്തിനും വലുതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. എനിവേ, നിങ്ങൾ എങ്ങനെയാണ് ഇനി കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്ത. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.